ശബരിമല ക്ഷേത്ര ദർശനം ഇന്ന് മനഃപൂർവ്വം ചിലർ പ്രശ്നമാക്കി മാറ്റിയിരിക്കുകയാണ്. ഭരണഘടനയുടെ പിൻബലമുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിക്കാൻ പോകുന്നത്. 12 വർഷം ചർച്ച ചെയ്ത ശേഷമാണ് ഒരു ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയുണ്ടായത്. ലിംഗവ്യത്യാസമെന്നെ എല്ലാ പൗരന്മാർക്കും രാജ്യത്ത് എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും തുല്യ അവകാശവും ഉത്തരവാദിത്വവും ഉണ്ട്. അത് ശബരിമല ചില മാമൂലുകൾക്ക് നിരക്കുന്നതല്ല എന്ന് ചിലർക്ക് തോന്നി. വിധി കേട്ടപ്പോൾ അവർക്കും ആ ചിന്ത ഉണ്ടായില്ല. അവർ അതിനെ സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നെയാണ് അവർക്ക് ബോധോദയം ഉണ്ടായത്. ഇതൊരു നല്ല അവസരമാണ് എന്നവർ കണ്ടത്. അവർ അതിൻ്റെ പേരിൽ പ്രതിഷേധമുയർത്തി. സുപ്രീം കോടതി വിധിക്കെതിരെ പ്രതിഷേധിക്കുന്നതിനേക്കാൾ യുക്തിയുക്തമായത് ഭരണഘടനയെ എതിർക്കുകയല്ലേ? ഭരണഘടനാ പ്രകാരമല്ലേ സുപ്രീം കോടതി അത് പ്രഖ്യാപിച്ചത്? അതാണ് ചിലരുടെ ഉള്ളിലിരിപ്പ്. ഇതിലൂടെ ഭരണഘടനയെ മാറ്റി എഴുതണം. ഇപ്പോൾ നിലവിലിരിക്കുന്ന ഭരണഘടന ഒരു പട്ടികജാതിക്കാരൻ രചിച്ചതാണ്, BR അംബേദ്കർ രചിച്ചതാണ് എന്ന്, അത് സവർണ ഭരണത്തിന് യോജിച്ചതല്ല എന്നും, മനുസ്മൃതി വിരുദ്ധമാണെന്നും, ഭഗവത്ഗീതയ്ക്ക് വിരുദ്ധമാണെന്നും, വേദങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഈ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലെല്ലാം ചാതുർവർണ്ണത്തെപ്പറ്റി പറയുന്നുണ്ട്. ചാതുർവർണ്ണ്യം മായാസൃഷ്ട്യം, അതിന് തികച്ചും വിരുദ്ധമാണ് ഭരണഘടനയെന്നും, അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല എന്നും, അതുമാറി ചാതുർവർണ്ണ്യാടിസ്ഥാനമായ ഭരണഘടന നിർമ്മിക്കണം. അതിന് കഴിവുള്ളവർ ഇന്ന് ഭരണം നടത്തുന്നവരുടെ കൂടെയുണ്ട്. പക്ഷേ അതിപ്പോൾ ഉറക്കെ പറഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പിനെ അത് എങ്ങനെ ബാധിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അതിനാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ പ്രതിഷേധവും സമരമൊക്കെയായി പോകാം. അത് കഴിഞ്ഞ് രാജ്യസഭയിലെയും ലോകസഭയിലെയും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ ഭരണഘടനാ പ്രശ്നം കൈകാര്യം ചെയ്യാം. അതാണ് ഇന്ന് പുതിയ ലഹളയ്ക്ക് നേതൃത്വം നൽകുന്നവരുടെ ഉള്ളിലിരിപ്പ്. അതവർ ഇപ്പോൾ പരസ്യമാക്കുന്നില്ല എന്ന് മാത്രം. ഇതിപ്പോൾ എരുമയെ ചാരിക്കൊണ്ട് പോത്തിനെ തല്ലുന്ന ഏർപ്പാടായി മാറ്റിയിരിക്കുകയാണ്. അനേകം മാമൂലുകൾ നിലനിന്ന നാടാണിത്. അതിൽ പലതും ലംഘിക്കപ്പെട്ടു. ബാക്കിയുള്ളവയും ലംഘിക്കപ്പെടണം. അത് നാടിൻ്റെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് പുരോഗതിയുണ്ടാകുകയുള്ളൂ. അത് പാടില്ല എന്ന് ശഠിക്കുന്നവരുടെ വിക്രിയകളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ സവർണർ മാത്രമല്ല, അവർണരെ മനുഷ്യരായി പോലും കരുതുന്നില്ല. അവർ വാനരുടെയും കാട്ടാളുടെയും അസുരന്മാരുടെയും സന്തതികളെന്ന് ഓരോ മാമൂലും ലംഘിച്ചപ്പോൾ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. അത് താനേ കെട്ടടങ്ങി. ഇതും അങ്ങനെ കെട്ടടങ്ങിക്കൊള്ളും. കുറച്ച് കാത്തിരിക്കണമെന്ന് മാത്രം. ലിംഗസമത്വം എന്നത് ശിശു ജനിക്കുന്നുള്ള പ്രസവ വേദനയാണ് ഇപ്പോഴനുഭവിക്കുന്നത്. ആ ശിശുവിനെ കാണുമ്പോൾ ഇപ്പോഴത്തെ വേദനയെല്ലാം സന്തോഷമായി മാറും. ക്ഷേത്രം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ദേവനോ വിഗ്രഹത്തിനോ വേണ്ടിയുള്ളതല്ല. ഈ ക്ഷേത്രമില്ലെങ്കിലും ഒരു ദേവനും ദേവിയും ഇല്ലാതാകുകയില്ല. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ദർശനം നടത്തുവാനും തപസ്സിരിക്കുവാനും ധ്യാനിക്കുവാനും അറിവ് നേടുവാനുമുള്ള സ്ഥലമാണ് ക്ഷേത്രം. അതാണ് നാരായണ ഗുരുക്ഷേത്രത്തെപ്പറ്റി പറഞ്ഞത്. അതിന് ചില ദിവസങ്ങൾ നിശ്ചയിക്കുകയോ ചില ആളുകൾ തടയുകയോ ചെയ്യുന്നത് ശരിയല്ല. അത് ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണ്. 365 ദിവസവും ശബരിമല ക്ഷേത്രം തുറന്നിടണം. പൂജാതി കർമ്മങ്ങൾ നടത്തണം. ഇപ്പോൾ ജനങ്ങളുടെ തിക്കും തിരക്കും കുറയും. ശാന്തിയും സമാധാനവും പ്രതീക്ഷിച്ചാണ് ജനം ക്ഷേത്രത്തിൽ പോകുന്നത്. അവിടെ അശാന്തിയും അസമാധാനവും ആയാൽ ക്ഷേത്ര ദർശനത്തിന് ആളുകൾ മടിക്കും. അതാണ് ഇപ്പോൾ ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്. അയ്യപ്പനെ പറ്റി ബോധമുള്ളവർ ഈ സമയത്ത് ക്ഷേത്ര ദർശനം നടത്താൻ എത്തുകയില്ല. ഇപ്പോൾ അവിടെ വരുന്നവർ വഴക്കിനും ലഹളയ്ക്കും വേണ്ടി മാത്രം വരുന്നവരാണ്. അവർക്ക് അയ്യപ്പനുമായി ഒരു ബന്ധവുമില്ല, ബന്ധമുണ്ടാകണമെന്ന ആഗ്രഹവുമില്ല. തങ്ങൾ പിടിച്ച ഇടം ജയിക്കണം, അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം. വനിതാ ദർശനം സംഭവിച്ചാൽ പിന്നെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ അവിടെ ഉണ്ടാകില്ല എന്ന് ആക്രോശിക്കുന്നവരുടെ വംശമാണ് നാളെ ഇല്ലാതാകാൻ പോകുന്നത്. അതവർക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് അവരുടെ പ്രതിഷേധത്തിന് ഇത്രയും ശക്തി പ്രകടിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. അല്ലാതെ അയ്യപ്പന് എന്തു സംഭവിക്കുമെന്നുള്ളതല്ല അവരുടെ ഭീതി. അയ്യപ്പന് ഒന്നും സംഭവിക്കുകയില്ല. അയ്യപ്പന് ഒരു ഗുണ്ടകളുടെ സംരക്ഷണവും ആവശ്യമില്ല. ആണ്ടിലെ 365 ദിവസത്തിൽ 100-ലധികം ദിവസത്തെ സംരക്ഷണമല്ലേ ഇവർ നൽകാൻ ശ്രമിക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ അവിടെ ആരെല്ലാം വരുന്നു പോകുന്നു അവർ അറിയുന്നില്ല. ക്ഷേത്രത്തിന് ചുറ്റും കാടാണ്. അവിടെ കാട്ടുവാസികളുണ്ട്. അവർ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുമുണ്ട്. കാട്ടാനകളുണ്ട്. അതിൽ കൊമ്പനാനയുമുണ്ട്, പിടിയാനയുമുണ്ട്. അപ്പോഴൊന്നും ബ്രഹ്മചര്യം നഷ്ടപ്പെടാത്ത അയ്യപ്പന് മനുഷ്യ സ്ത്രീകളെ, സുന്ദരികളായ യുവതികളെ കാണുമ്പോൾ മാത്രം ബ്രഹ്മചര്യം നഷ്ടപ്പെടുന്നു എന്ന് അവകാശപ്പെടുന്നവർക്ക് അയ്യപ്പനെ പറ്റിയുള്ള അറിവ് എത്ര നികൃഷ്ടമാണ്. അന്ധവിശ്വാസത്തിനും വേണ്ടേ ഒരു അതിര്? സമൂഹത്തിലെയും ജാതിയിലെയും
തങ്ങളുടെ മേധാവിത്വം നഷ്ടപ്പെടുമെന്ന ചിന്ത ഒന്നു മാത്രമാണ് ഇന്നത്തെ ഈ ശൂദ്രലഹളകളുടെ എല്ലാം കാരണം. കഴിഞ്ഞ 100 കൊല്ലമായി അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന സുഖസൗകര്യങ്ങൾ നാളെ ഇല്ലാതാകുമെന്ന ഭീതിയാണ് അവർ ഭരിക്കുന്നത്. മേധാവിത്വത്തിൻ്റെ ഓരോ പടികളും നഷ്ടപ്പെടുമ്പോൾ ഈ ഭീതി അവരെ അലട്ടിയതാണ്. ഇപ്പോഴും അതിൻ്റെ 18ാം പടിയും നഷ്ടപ്പെടുമാകുകയാണ്. സമ്പൂർണ്ണ സമത്വം കൈവരുകയാണ്. നമുക്ക് സുപ്രീം കോടതി വിധിയെ പ്രതീക്ഷിക്കാം. ശബരിമലയും ഭരണഘടനയും ജനങ്ങൾ മനസ്സിലാക്കുവാൻ കൂടുതൽ ശ്രമവുമായി ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടർ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. എല്ലാവർക്കും ശുഭദിനം. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. സമത്വപൂർണ്ണമായ ദിനങ്ങൾ ഉണ്ടാകട്ടെ.